ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കല്യാണത്തിന് പോകാൻ കേട്ടോ, മേപ്പാടിയിലേക്കാണ് പോകുന്നത്. പോകുന്ന സമയത്ത് മഴക്കാറൊക്കെ നല്ലോണം മൂടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഹെസ ബേബി ആണെങ്കിൽ ഈ ഒരു സമയത്ത് നല്ല ഉറക്കത്തിലുമാണ് കേട്ടോ. നമ്മൾ കടന്ന് തന്നെ ഉറക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചുവും ഞാനും ഇക്കൊക്കെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മളെ കമ്പളക്കാട് നിന്നാണെങ്കിലും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈപ്പാസ് മുതൽ നമ്മുടെ കൈനാട്ടി മുതൽ കൽപ്പറ്റ വരെ നല്ല ബ്ലോക്ക് ചെയ്യുന്നു കേട്ടോ. പിന്നെ വണ്ടിൻ്റെ എയർ ഇതാക്കി അതിന് ശേഷം പിന്നെ പെട്രോൾ അടിക്കാൻ പോയി. അങ്ങനെ കുറച്ചൊന്ന് ഡിലേ വന്നു. കാരണം ബ്ലോക്കിൽ പെട്ടിട്ട് നല്ലോണം ലേറ്റ് ആയിട്ടോ. നമ്മൾ 3/4 മണിക്കൂർ എത്തേണ്ട ഞങ്ങൾ എത്തിയത് കുറച്ച് 1 മണിക്കൂർ ഒക്കെ ലേറ്റായി, 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൽപ്പറ്റ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഹെസ ബേബി എണീറ്റിട്ടുണ്ട്. നമ്മളെ കല്യാണം തന്നെ ഇക്കാൻ്റെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പം റയ്യത്താത്താൻ്റെ ബ്രദറിൻ്റെ മോളെ കല്യാണമാണ്. നമ്മൾ നിക്കാവും കാര്യങ്ങളൊക്കെ ഒരു കൊല്ലം മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും കല്യാണമാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ ചെക്കനൊക്കെ. അങ്ങനെ ബ്ലോക്കൊക്കെ മാറി വിചാരിച്ചു. പക്ഷേ എങ്കിൽ സിവിൻ്റെ അവിടെ തന്നിട്ട് അവിടെ നിന്നും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എച്ചുവിനും പിടിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിരുന്നു. ഹെസ ബേബി ഇപ്പോഴും ഉറക്കത്തിന് ഹാങ് ഓവർന്ന് എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മഴയും വെയിലും രണ്ടും കൂടി മിക്സ് ആയിട്ടായിരുന്നു കേട്ടോ കൊണ്ടിരുന്നത്. കാരണം ഭയങ്കരമായിട്ടുള്ള വെയിലും ഇല്ല, മഴ ചാറുന്നുമില്ല, ഒരുമാതിരി കാലാവസ്ഥ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ബൈപ്പാസ് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ ഭയങ്കര സ്പീഡിൽ വേഗം പോവാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, ബ്ലോക്കിൽ പെട്ടിട്ട് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കനൊക്കെ എത്തിയതുകൊണ്ട് നമുക്ക് കോളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയ പോലെ തന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പം അടിപൊളി ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ആദ്യം ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ പെണ്ണിനൊക്കെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ വരുമ്പം തന്നെ അവിടുത്തെ താത്താനെയും കാക്കാനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ എത്തുമ്പം. അപ്പം ഫുഡ് കഴിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. സമയത്താണ് പൊന്നു ഇട്ട ഡ്രസ്സൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ആളെ കൊണ്ട് ഇങ്ങനെ നിപ്പിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോയും കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഓരോരുത്തരുടെ ഫോട്ടോസ് എടുത്തിട്ട് കഴിയുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഗിഫ്റ്റ് ഹാമറും അതുപോലെ തന്നെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഖുറാനായിരുന്നു കേട്ടോ എഴുതിയിട്ട്. ആള് കാലിഗ്രഫി ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ നല്ല ഖുറാനൊക്കെ സ്വന്തമായിട്ട് തന്നെ എഴുതിയിട്ട് അവനക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനും അതുപോലെ തന്നെ കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായില്ല. കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. വേറെ ആരും എടുത്തിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഒരു വൈകുന്നേരം 3 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പെരുമഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കാണ്ട്, ഞാൻ പറഞ്ഞല്ലോ റയ്യത്താത്താൻ്റെ മോള് പ്രസവിച്ചിട്ടുണ്ട്, ആൺകുട്ടിയാണ് കേട്ടോ. അപ്പം ബേബിക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണം, ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഒരു ട്രൗസറും കുപ്പായൊക്കെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കളർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ മക്കളെ രണ്ടുപേരെയും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ എത്തിയിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവരുന്നത്. അവർ താഴെക്കൂടെ കുറച്ച് നേരം കളിച്ചു. പിന്നെ മേലെ കയറി ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിപ്പം തിരിച്ചു പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അത് നമ്മൾ റേത്താത്താൻ്റെ അവിടെ കയറിയിട്ട് പോകാനായിരുന്നു റിപ്പണിലേക്ക് പോകാൻ കേട്ടോ. നമുക്ക് താത്താനെയും കൂടി ഡ്രോപ്പ് ചെയ്യണം. കാരണം ശരിക്കാക്ക് ഓട്ടത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഉമ്മ പറഞ്ഞു അവിടെ നമുക്ക് തിരിച്ച് വരുമ്പം പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ആദ്യം റിപ്പണിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ റിപ്പണിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഗ്യാസും കൂടി നിറക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഗ്യാസും എടുത്തതിന് ശേഷം പിന്നെ നേരെ ഇപ്പം പോകാൻ നിൽക്കുകയാണ്. അപ്പം എസയും ഇച്ചൊന്നും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പം അവിടെ എത്തിയിട്ട് വേണം അവർ രണ്ടുപേരും ഉറക്കാൻ വിചാരിക്കും. അവർ നല്ല കളിയിലിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ അവിടെ തന്നെ ഫാനൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. പിന്നെ മക്കളെല്ലാവരും ഡ്രസ്സൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചതിൻ്റെ ഹാങ് ഓവർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല കളിയിലാണ്. അപ്പം വെള്ളം എന്തെങ്കിലും മതിയെന്നു കേട്ടോ താത്താൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുക്കളയിൽ ചെന്നിട്ട് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. വെള്ളം കുടിക്കേണ്ട, ചായ കുടിച്ചോളി എന്ന് പറഞ്ഞിട്ട് പാൽ ചായയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ, മിച്ചറും അതുപോലെ തന്നെ വേറെ എന്തോ ഒരു കടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരിക്കലും എത്തിയപാട് നമ്മൾ ചായൻ്റെ മുമ്പ് കുറച്ച് തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട്. കാരണം ഞാൻ പറഞ്ഞത് നല്ല ചൂടുമ്പൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ചായയൊക്കെ കുടിച്ചത്. പിന്നെ ചായ കുടിച്ചതാ വർത്താനം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുവിനും എസയൊക്കെ അവിടെയൊക്കെ നിരത്തുന്നുണ്ട് കേട്ടോ. ബെഡിൽ കുറേ ഇട്ടു, നിലത്ത് കുറേ ഇട്ടു. പിന്നെ അതൊക്കെ വൃത്തിയാക്കേണ്ടിയിരുന്നു. പിന്നെ താത്ത ഡിന്നറിനൊക്കെ രാത്രിക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം ഇക്ക പറഞ്ഞു ഫുഡൊന്നും കഴിക്കണം, നമുക്ക് വേഗം പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ ഒരു വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ.
കാരണം ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ വീട്ടിൽ കൂടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ റിപ്പണിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു നമ്മളെ അടുത്തേക്ക് കുറേ പ്രാവശ്യം വന്നിരുന്നു, പക്ഷേങ്കിൽ നമ്മൾ ഇതിലേറ്റും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും പറഞ്ഞതല്ലാണ്ട് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് റയ്യത്താത്തന്നെ അവിടെ ബേബീനെയും കാണാൻ കയറേണ്ടതുകൊണ്ട് ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. മെയിനായിട്ട് സംസാരിച്ച് നമ്മൾ ഈ യൂട്യൂബിൻ്റെ കാര്യം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞത് ആ ഫുഡ് കഴിക്കണം. അപ്പം ബീഫ് വരട്ടും നമ്മുടെ പരിപ്പ് കറിയും ക്യാരറ്റ് ഉപ്പേരിയൊക്കെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചോറും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ ശരിക്കാക്ക ഓട്ടത്തിന് പോയത് ആളെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു. പിന്നെ മക്കൾക്കൊന്നും ഇപ്പം വേണ്ടെന്ന് കേട്ടോ. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് പിന്നെ കാക്ക വന്നു. അങ്ങനെ കാക്ക എന്താക്കി ചൂനൊക്കെ മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ തന്നിപ്പം നമ്മൾ പൂത്തക്കൊല്ലിയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ ഫസ്റ്റ് നമ്മൾ എന്താക്കി റയ്യത്താത്തൻ്റെ അവിടെ കയറി ബേബീനെയൊക്കെ കണ്ടു. പക്ഷേ ബേബീൻ്റെ അടുത്ത് പോയതൊന്നും വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം 45-ാമത്തെ ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. അങ്ങനെ നേരെ പിന്നെ എന്താക്കി താത്താൻ്റെ അടുത്ത് കയറി. ഇവിടെ ഉമ്മാനെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്താൻ്റെ ഒരു ചായ ഒന്നും വേണ്ട പറഞ്ഞുകൊണ്ട് തന്നെ ആളിതാ വെള്ളമൊക്കെ കലക്കി തന്നിട്ടുണ്ട്. പിന്നെ വെള്ളവും കുഴിച്ചു. പിന്നെ നമ്മളെ നൈബറിനോട് ഒന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷം. കൂടുതലായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ തന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.